ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് 100ാമത് വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്നു. ജനുവരി 29-ന് GSLV F-15 NVS-02 ദൗത്യത്തിന്റെ വിക്ഷേപണത്തോടെ ISROയുടെ 100ാമത് വിക്ഷേപണം നടക്കും. നാവിക് സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായ ഒരു ഉപഗ്രഹമാണ് NVS-02. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിന്റെ 2ാമത്തെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ഈ വിക്ഷേപണം നടക്കുക. തദ്ദേശീയ ക്രയോജനിക് സ്റ്റേജുള്ള GSLV F-15 NVS-02 ഉപഗ്രഹത്തെ ജിയോസിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ സ്ഥാപിക്കും. 2ാം വിക്ഷേപണ തറയിൽ നിന്നാണ് വിക്ഷേപണം നടക്കുക. NVS പരമ്പരയിലെ 2ാമത്തെ ഉപഗ്രഹവും ഇന്ത്യൻ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷന്റെ ഭാഗവുമാണ് NVS-02. നാവിക് ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാദേശിക നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണെന്ന് ISRO പറയുന്നു. നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സ്ഥാന നിർണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സിസ്റ്റം. ഇതിന്റെ മറ്റൊരു പേരാണ് നാവിക്. അമേരിക്കയുടെ GPS-നെയും റഷ്യയുടെ ഗ്ലാനോസിനെയും ചൈനയുടെ ബേദൌയെയും യൂറോപ്യൻ യൂണിയന്റെ ഗലീലിയെയും വെല്ലുന്ന നാവിഗേഷൻ സംവിധാനമാണ് ISRO ഒരുക്കുന്ന നാവിക്. ഇന്ത്യയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും കൃത്യമായ സ്ഥാനം, വേഗത, സമയ സേവനങ്ങൾ എന്നിവ നൽകുന്നതിന് നാവിക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. എല്ലാത്തരം ഗതാഗത സംവിധാനങ്ങൾക്കും ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾക്കും സർവേകൾക്കും നാവിക് ഗുണം ചെയ്യും. ഇന്ത്യ മുഴുവനായും രാജ്യാതിർത്തിക്ക് പുറത്ത് 1500 കിലോമീറ്റർ പരിധിയും നാവിക്കിന് ഉണ്ടാകും. സൈനിക ആവശ്യങ്ങൾക്ക് പുറമെ രാജ്യത്തെ മത്സ്യബന്ധന ബോട്ടുകൾക്കും കപ്പലുകൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും ഇതിനകം നാവിക് ലഭ്യമാണ്. സ്റ്റാൻഡേർഡ് പൊസിഷനിംഗ് സേവനവും നിയന്ത്രിത സേവനവും എന്നിങ്ങനെ നാവിക് 2 തരത്തിലുള്ള സേവനങ്ങൾ നൽകും. NVS-02 ഉപഗ്രഹ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇത് ഇന്ത്യൻ പ്രദേശത്ത് നാവിഗേഷൻ സേവനങ്ങൾ നൽകും. GSLV F-15 റോക്കറ്റിലൂടെയാണ് ഉപഗ്രഹം ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിൽ സ്ഥാപിക്കുക. ഇന്ത്യയുടെ നാവിഗേഷൻ സേവനങ്ങളിൽ സ്വാശ്രയത്വത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് നാവിക് ഉപഗ്രഹ സംവിധാനം. ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക നേട്ടം നൽകാൻ നാവിക്കിനെ കഴിയും. നാവിക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൃത്യവും വിശ്വസനീയവുമായ സ്ഥാനവും സമയ സേവനങ്ങളും പ്രദാനം ചെയ്യുന്നതിനാണെന്നും വ്യോമയാനം, സമുദ്രം, കരഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകൾക്ക് പ്രയോജനം ചെയ്യുമെന്നുമാണ് റിപ്പോർട്ടുകൾ.